പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ രാജ്യത്തിനുള്ളിൽ ദശാബ്ദങ്ങളായി ജീവിക്കുന്ന കുടുംബാംഗങ്ങളെയും കൊച്ചുകുട്ടികളെയും വേട്ടയാടുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. മിനിയാപോളിസിലെ 2 വയസ്സുകാരി ക്ലോയി റെനാറ്റയുടെ കസ്റ്റഡി ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. നിയമവാഴ്ചയേക്കാൾ ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെ കുടിയേറ്റക്കാരെ നിശബ്ദരാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. കുട്ടികളെ ഇരകളായി ഉപയോഗിച്ച് മുതിർന്നവരെ പിടികൂടുന്ന ഉദ്യോഗസ്ഥരുടെ ഈ ശൈലി ലോകവ്യാപകമായി കടുത്ത പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ ഭാഗമായി അമേരിക്കയിൽ കുട്ടികൾ വീണ്ടും വേട്ടയാടപ്പെടുന്നു എന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. മിനിയാപോളിസിൽ 2 വയസ്സുകാരിയെ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ എടുത്ത് തടവിൽ വെച്ചു. കുട്ടിയെ പിതാവിനൊപ്പമാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ വാദം. പക്ഷെ എന്തു തന്നെയായാലും 2 വയസ്സുകാരിയെ തടങ്കലിൽ വെക്കുക എന്ന് പറയുന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നു തന്നെയാണ്. LVS ജോയലിനെയും അദ്ദേഹത്തിന്റെ 2 വയസ്സുള്ള മകൾ ക്ലോയി റെനാറ്റയുമാണ് ഇത്തരത്തിൽ അധികൃതർ കസ്റ്റഡിയിലെടുത്ത് തടങ്കലിൽ വെച്ചത്. പലചരക്ക് കടയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സൗത്ത് മിനിയാപോളിസിൽ വെച്ച് തടഞ്ഞു വെച്ചത്. കുഞ്ഞിനെ ഉടൻ മോചിപ്പിക്കണമെന്ന് കോടതി ഉത്തരവ് നിലനിൽക്കെ തന്നെ അവരെ വിമാനമാർഗം ടെക്സാസിലേക്ക് കൊണ്ടുപോയി. അടുത്തിടെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുക്കുന്ന 5ാമത്തെ കുട്ടിയാണ് ക്ലോയി. മിനാസോട്ടയിൽ പ്രീ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ 5 വയസ്സുകാരനെ പിതാവിനൊപ്പം ഏജന്റുമാർ ടെക്സസിലെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. കുടിയേറ്റക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന പ്രീ സ്കൂളുകളും എലിമെന്ററി സ്കൂളുകളും കേന്ദ്രീകരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കുടിയേറ്റ വേട്ട തുടർന്ന ട്രംപിന്റെ നടപടികൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് അമേരിക്കയിലെങ്ങും ഉയർന്നത്. കഴിഞ്ഞ ദിവസമാണ് മിനിയാപോളിസ് നഗരത്തിൽ 37 വയസ്സുകാരനായ അലക്സ് പ്രറ്റിയെ ഇമിഗ്രേഷൻ ഏജന്റുമാർ വെടിവെച്ചു കൊന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് മിനിയാപോളിസിലും മറ്റ് US നഗരങ്ങളിലും ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയിരുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തേക്കുള്ള ട്രംപിന്റെ 2ാം വരവ് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായ വെല്ലുവിളികളും സാമ്പത്തിക ആശങ്കകളും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ ഭരണ നയങ്ങൾ അമേരിക്കയെ ഒരു സ്വയം പര്യാപ്ത രാഷ്ട്രമാക്കാൻ ലക്ഷ്യമിടുന്നതാണെന്ന് അവകാശപ്പെടുമ്പോഴും അത് ആഗോള ക്രമത്തെ തകിടം മറിക്കുന്നത് കൂടിയാണ്. പ്രവാസികളെയും വിദേശ നിക്ഷേപകരുടെയും ഇടയിൽ അദ്ദേഹം സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ സാമ്പത്തിക തകർച്ചയ്ക്ക് തന്നെ കാരണമാകും. മാനുഷിക പരിഗണനയേക്കാൾ സൈനികവും രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഈ രീതി ജനാധിപത്യ രാജ്യത്തിന് യോജിച്ചതല്ല. വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിലൂടെ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നത് അമേരിക്കൻ സമൂഹത്തിനുള്ളിൽ തന്നെ വലിയ അകൽച്ചകൾ സൃഷ്ടിക്കുന്നതാണ്. അനധികൃത കുടിയേറ്റക്കാർക്ക് പുറമെ നിയമപരമായി ജീവിക്കുന്ന ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശികൾക്കും പുതിയ മാസ് ഡിപ്പോർട്ടേഷൻ നടപടികൾ വെല്ലുവിളിയാകുകയാണ്. വിസാരേഖകളിലെ ചെറിയ പിഴവുകൾ പോലും വലിയ ശിക്ഷാ നടപടികളിലേക്ക് നയിക്കുന്നതാണ്. സോഷ്യൽ മീഡിയ വിവരങ്ങളും സർക്കാർ പോർട്ടലുകളിലെ അപേക്ഷകളും ഉപയോഗിച്ച് കുടിയേറ്റക്കാരുടെ വിലാസം കണ്ടെത്തി മിന്നൽ റെയ്ഡുകൾ നടത്താനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ട്രംപ് ഭരണകൂടം വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയുടെ മാനുഷിക മുഖത്തെ വികൃതമാക്കുന്നതാണ്. സാമ്പത്തിക ക്രമവും തൊഴിൽ വിപണിയും കുടിയേറ്റക്കാരെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ അവരെ വംശീയമായി അടിച്ചമർത്തുന്നത് രാജ്യത്തിന്റെ അടിത്തറയ്ക്ക് തന്നെ ഭീഷണിയാണ്. കുട്ടികളെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത് അവരുടെ മാനസിക നിലയെ തകർക്കുന്ന ക്രൂരത കൂടിയാണ്. അലക്സ് പ്രറ്റിയെ പോലുള്ളവരുടെ ജീവൻ നഷ്ടമാകുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അമിതാധികാര പ്രയോഗത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ജനാധിപത്യ മൂല്യങ്ങളെയും മാനുഷിക മുഖത്തെയും പൂർണ്ണമായും തകിടം മറിക്കുന്നതാണ് ട്രംപിന്റെ പുതിയ കുടിയേറ്റ നയങ്ങൾ. രാഷ്ട്രീയ ലാഭങ്ങൾക്കും തീവ്ര ദേശീയവാദത്തിനും വേണ്ടി കുടുംബങ്ങളെ തകർക്കുന്ന ഈ രീതി അമേരിക്കൻ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറും. വംശീയമായ വിവേചനവും അമിതാധികാര പ്രയോഗവും രാജ്യത്തെ അരാജകത്വത്തിലേക്കും ആഭ്യന്തര കലഹങ്ങളിലേക്കും വഴിവെക്കും. മാത്രമല്ല, സാമ്പത്തികമായി അമേരിക്കയെ താങ്ങി നിർത്തുന്ന കുടിയേറ്റ തൊഴിലാളികളെയും പ്രൊഫഷണലുകളെയും ശത്രുക്കളായി കാണുന്നത് രാജ്യത്തിന്റെ ഭാവി വളർച്ചയെ തന്നെ പ്രതികൂലമായി ബാധിക്കും. NRIകൾ ഉൾപ്പെടെയുള്ള വിദേശികൾക്കിടയിൽ പടരുന്ന അരക്ഷിതാവസ്ഥ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നതാണ്. ഭയത്തിന്റെയും വിദ്വേഷത്തിന്റെയും വിത്തുകൾ പാകി അധികാരം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ മാനവികതയുടെയും നീതിയുടെയും ശബ്ദം തെരുവുകളിൽ കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങുക തന്നെ ചെയ്യും. സ്വയം പര്യാപ്തത എന്ന വ്യാജേന നടപ്പിലാക്കുന്ന ഈ ക്രൂരതകൾക്കെതിരെ ലോകം മനസ്സാക്ഷി ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു രാജ്യത്തെ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിലൂടെ തകർക്കാൻ അനുവദിക്കരുത്. മാനുഷിക പരിഗണനകൾ ഇല്ലാത്ത ഏതൊരു ഭരണകൂടവും ചരിത്രത്തിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും. അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്.